മൊറോക്കോയിൽ റബാത്തിൽ ഡിന്നർ കഴിക്കാൻ കയറിയ ഹോട്ടലിലെ സ്വീകരണം കണ്ടോ? കഴിഞ്ഞ മൊറോക്കോ യാത്രയിലും ഈ ഹോട്ടലിൽ നിന്നും ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഇവിടുത്തെ പ്രശസ്തമായ ഹോട്ടലാണിത്. ഇവിടെ മൊറോക്കൻ ടീ തയ്യാറാക്കുന്നത് കണ്ടോ? ഈ മൊറോക്കൻ ടീയിൽ പ്രധാനമായും ഉപയോഗിക്കുന്നത് പുതിനയാണ്. ദിവസം രാവിലെ ഞങ്ങൾ അടുത്ത സന്ദർശന സ്ഥലമായ മെറാക്കിഷിലേക്ക് തിരിച്ചു. ഇവിടുത്തെ റോഡിൻ്റെ ഇരുവശവും കണ്ടില്ലേ? ഒരു വേസ്റ്റ് പോലുമില്ല. എത്ര വൃത്തിയിലാണ് ഓരോ സ്ഥലങ്ങളും സംരക്ഷിക്കുന്നത്. ഇവിടെ കാണുമ്പോൾ തോന്നും ഇവിടുത്തെ മരങ്ങളിലുള്ള ഇലകളൊന്നും ഒരിക്കലും വീഴാറില്ലേ എന്ന്. കൃഷിക്ക് വേണ്ടി തയ്യാറായി നിൽക്കുന്ന ഭൂമിയാണെന്ന് തോന്നുന്നു. മണിക്കൂറുകളുടെ യാത്രയ്ക്ക് ശേഷം മെറാക്കിഷ് പട്ടണത്തിൽ എത്താറായെന്ന് തോന്നുന്നു. ഞങ്ങളിപ്പോൾ മെറാക്കിഷിൽ എത്തി. ഈ പട്ടണം റെഡ് സിറ്റി എന്നും അറിയപ്പെടുന്നു. ഇവിടുത്തെ ഓരോ കെട്ടിടത്തിൻ്റെയും കളറ് നോക്കൂ. ചുമന്ന കെട്ടിടങ്ങൾ. മൊറോക്കോയിലെ 4ാമത്തെ വലിയ നഗരം. പുരാതന കാലം മുതൽ ബെർബർ കർഷകരാണ് ഇവിടെ വസിച്ചിരുന്നത്. അൽ മൊറാവിഡ് രാജവംശത്തിൻ്റെ തലസ്ഥാനമായി സ്ഥാപിച്ച നഗരം. AD 1070 അമീർ അബൂബക്കർ ബിൻ ഉമറാണ് ഈ പട്ടണം തലസ്ഥാനമാക്കിയത്. ഈ നഗരത്തിൻ്റെ ഘടന സ്ഥാപിച്ചതും അവർ തന്നെ. 1122-23 കാലത്ത് അലി ഇബ്നു യൂസഫ് നഗരത്തിന് ചുമന്ന മതിലുകൾ സ്ഥാപിച്ചു. അതിനുശേഷം ചുമന്ന മണൽക്കല്ലിൽ നിർമ്മിച്ച വിവിധ കെട്ടിടങ്ങളും സ്ഥാപിച്ചു. അതുകൊണ്ട് തന്നെ ഈ പട്ടണം റെഡ് സിറ്റി എന്നറിയപ്പെടുന്നു.